ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ വൈകുന്നേരം എന്തായാലും പലഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ല, ചോറ് തന്നെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും അരിയൊക്കെ കഴുകി പെട്ടെന്ന് തന്നെ ചോറൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മളിവിടെ വൈകുന്നേരങ്ങളിൽ കൂടുതലും ഈ പലഹാരങ്ങളൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ദോശയോ അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അന്ന് എന്തായാലും ഒരുപാട് കുക്കിംഗ് ചെയ്യാനുള്ള മൂഡൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കുറച്ച് ചോറും പിന്നെ എളുപ്പത്തിലൊരു തക്കാളി ചമ്മന്തിയും അതുപോലെ ഓംലെറ്റൊക്കെ ആയിട്ട് ഒരു കംഫർട്ട് ഫുഡ് പോലെ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കും. ഞങ്ങളെപ്പോഴും പെട്ടെന്നൊരു കറി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ തക്കാളി ചമ്മന്തി. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, തക്കാളി ഫ്രൈ എന്നൊക്കെ എല്ലാവരും പറയുമെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ആ തക്കാളി ചമ്മന്തി വെറുതെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അരി കഴുകി വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് അരി കഴുകി റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചത് പെട്ടെന്നൊന്ന് തുടച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. അത് അപ്പം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഷ് ഡ്രെയിനർ ഒന്ന് ഫ്രീ ആയിട്ട് എടുക്കും. പിന്നെ ഇതെപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, എപ്പോഴും അതിൽ പാത്രങ്ങൾ നിറഞ്ഞു തന്നെ ഇരിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സിങ്കിൻ്റെ ലെഫ്റ്റ് ബൗളിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി കിടപ്പുണ്ട്. അപ്പോൾ അതും പെട്ടെന്നൊന്ന് കഴുകി വൃത്തിയാക്കിയാൽ സിങ്ക് ക്ലിയറായി കിട്ടുമല്ലോ. അങ്ങനെ ആ പാത്രം കഴുകൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ പെട്ടെന്നൊന്ന് സ്റ്റൗ ഒന്ന് തുടച്ചിട്ടു, ആ ടൈൽസും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തുടച്ചിട്ടു. പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാം. തക്കാളി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വേപ്പില, ഇത്രയൊക്കെ മതി കേട്ടോ നമ്മുടെ ഈ കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ സവാളയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഉള്ളി നന്നാക്കി എടുക്കാനൊക്കെ നല്ല മടിയാണ്. ഞാൻ മിക്കപ്പോഴും സവാള തന്നെയാണ് ഉപയോഗിക്കാറ്. പിന്നെന്താ സവാള നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോഴത്തേനും ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴന്ന് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ പച്ചമുളക് ചേർക്കാം. നമുക്ക് പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഒരു 1-2 പച്ചമുളകൊക്കെ ചേർക്കാം. പിന്നെ വേപ്പില ഇടാം. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ജസ്റ്റ് ഒരു 4 കഷ്ണമൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർക്കാം. നല്ല കളർ കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. പക്ഷേ പച്ചമുളക് നമ്മൾ എത്ര ചേർക്കുന്ന അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒന്ന് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. അപ്പോൾ ഒരു ഗ്രേവി പോലെ കിട്ടണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ ആ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടും. പിന്നെ ഒന്ന് ഉപ്പ് നോക്കുക, നല്ലപോലെ ഇളക്കി ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് തക്കാളി ഒന്നും കൂടി വെന്താൽ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയായിട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നാവട്ടെ. ആ ഒരു ടൈം കൊണ്ട് കുറച്ച് അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തിയിടാനുണ്ടായി. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഒന്ന് നിവർത്തിയിട്ട് രാവിലെ ചെയ്യേണ്ട ജോലിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മടി പിടിച്ചൊരു ദിവസമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരം അത്യാവശ്യം ജോലികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ തുണിയൊക്കെ നിവർത്തിയിട്ടു. പിന്നെ വീണ്ടും കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉള്ള നമ്മുടെ ജോലികളാണല്ലേ, എന്നാലും ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും തുണികൾ അപ്പം മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ എന്തായാലും അടുത്ത ദിവസം നല്ല ലോഡ് ഉണ്ടാവും. അപ്പം കഴിയുന്നതും ഒരു ദിവസം ഒരു ലോഡ് ലോണ്ട്രി, അതുപോലെ അന്നത്തെ തുണികൾ ഉണങ്ങുന്നതിനനുസരിച്ച് ആ തുണികൾ മടക്കി വയ്ക്കുക എന്നുള്ളത് ഒരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഓവർലോഡായിട്ട് വരും കേട്ടോ. പിന്നെ വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ വെന്തു. അപ്പം ഇങ്ങനെ ചോറ് വെള്ളം കുറച്ച് കുറവാണെങ്കിൽ അതിനകത്തോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വാർത്താൽ ഈ ചോറിൽ ഇങ്ങനെ പശപ്പ് ഉണ്ടാവില്ല, നല്ല വിട്ട് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ഉപയോഗിക്കാൻ. പിന്നെ ചോറ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർക്കായിരിക്കും നല്ലത്, ഒരുപാട് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്.
പിന്നെ ഞാൻ എന്താ ചോറ് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വാർക്കുന്നത് ഇങ്ങനെയാണ്. അതിനകത്തെ വാഷറില്ലേ അത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ വലിയൊരു പാത്രത്തിലോട്ട് കമഴ്ത്തുമ്പോഴത്തേനും അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടെ വെള്ളം പോയിട്ട് ചോറ് റെഡിയായി കുക്കറിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറ്റാർവാഴ കുറേ നാളായിട്ടോ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു ജോലിയാണ്. കറ്റാർവാഴയുടെ ജെൽ ഉണ്ടാക്കുക, നമ്മുടെ ആലോവേര ഇല്ലേ, അപ്പോൾ അത് നമ്മുടെ ബാൽക്കണിയിൽ കുറച്ചായി അതിങ്ങനെ നല്ലപോലെ വളർന്ന് നിൽക്കുന്നു. ഒന്നും തന്നെ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഞാനിത് പറിച്ചിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ച് അതിൻ്റെ മഞ്ഞ കറയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല വലിപ്പത്തിലൊന്നും വന്നിട്ടില്ല. കറ്റാർവാഴ ഒരു മീഡിയം സൈസാണ്. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള നല്ലപോലെ കഴുകിയിട്ടോ, അതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള മുള്ളെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതാ ഞാനതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കാൻ വേണ്ടി വിട്ടു കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിനി ഓംലെറ്റും കൂടി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത് വൈകുന്നേരം ചോറെടുക്കാനുള്ളൊരു സമയമൊക്കെ ആയി. അപ്പം എന്തായാലും ആ ഒരു ടൈമിൽ ഞാൻ കറ്റാർവാഴയുടെ പരിപാടി അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനി പെൻഡിങ് വെക്കേണ്ടെന്ന് വെച്ചിട്ട് അതും സൈഡ് ബൈ സൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സാധാരണ ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് വെറുതെ മുട്ട ജസ്റ്റ് അടിച്ച് പച്ചമുളക് കീറിയിട്ടിട്ട് അങ്ങനെ ചെയ്യാറേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതാ കുറച്ച് ഉള്ളിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം വേറെ കറികളൊന്നുമില്ലല്ലോ. അപ്പം ഓംലെറ്റ് എന്തായാലും പ്രോപ്പറായിട്ടുള്ള ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി നന്നാക്കിയത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഓംലെറ്റൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് ഓംലെറ്റ് അല്ലേ, അപ്പോൾ നിറയെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉള്ളിയൊക്കെ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ മുട്ടയിലോട്ട് ചേർക്കുക. അല്ല, ഇപ്പോൾ ഓംലെറ്റിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലേ. ഞാനിപ്പോൾ ഏതായാലും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതും കൂടി അങ്ങ് പറഞ്ഞു പോവുകയാണ്. എന്തായാലും നമ്മുടെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില ചേർക്കുക. നമുക്കിവിടെ നാടൻ കറിവേപ്പിലയാണ് കേട്ടോ, പുറത്തുനിന്നുള്ള കറിവേപ്പിലയൊന്നുമില്ല. നമ്മുടെ ബാൽക്കണിയിലും കുറച്ചുണ്ട്, അല്ലാതെ തന്നെ നാടൻ കറിവേപ്പിലയും കിട്ടും. അപ്പോൾ അതും ചേർത്തു. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഫോർക്ക് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ വേഗം ഓംലെറ്റും കൂടി ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ കാസ്റ്റ് അയൺ പാനിലാണ് കേട്ടോ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം കാസ്റ്റ് അയൺ പാനിലൊക്കെ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അല്ലേ. ദോശയാണെങ്കിലും അല്ലെങ്കിൽ ഓംലെറ്റ് ആണെങ്കിലും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നെന്തായാലും സ്പെഷ്യൽ ഓംലെറ്റ് അല്ലേ, അപ്പോൾ സ്പെഷ്യലായിട്ട് തന്നെ കാസ്റ്റ് അയൺ പാനിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ സമയത്ത് മോനൊരു ബിസ്ക്കറ്റ് വേണമെന്നും പറഞ്ഞ് ഈ ഒരു ബിസ്ക്കറ്റ് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ആലോവേര ജെല്ലിൻ്റെ പണി അത് പകുതിക്ക് വെച്ചേക്കുമായിരുന്നല്ലോ, അപ്പോൾ അതങ്ങ് തീർക്കണം. അപ്പോൾ ഈ ഓരോരോ പീസസിൻ്റെ ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് പിന്നെ ഉള്ളിലുള്ള ആ ജെല്ല് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ അതിൻ്റെ ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മുടെ അലോവേര പീസസ് കെടുന്നേച്ച വെള്ളം നല്ല ജെൽ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് അരിച്ചെടുത്തിട്ട് ഒരു ഫസ്റ്റ് യൂസിന് വേണ്ടിയിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് നിറച്ച് വെച്ചിട്ട് നമുക്കിത് ഒരു ടോണർ, ഹെയർ ടോണർ പോലെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഫസ്റ്റ് യൂസിന് വേണ്ടി അത് അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാനൊരു മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ.
പിന്നെ നേരത്തെ ടോണറിലേക്ക് എടുത്തില്ലേ, അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ദാ ഈ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് ജസ്റ്റ് ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ ഒരു കണ്ടീഷണർ പോലെ യൂസ് ചെയ്യാം. അപ്പം ഹെയർ നല്ല സിൽക്കി ആയിട്ട് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ കറ്റാർ വാഴയുടെ സംഭവങ്ങൾ തലയിലിട്ട് കഴിഞ്ഞാൽ. ഇനി മിക്സിയിൽ അടിച്ചെടുത്തത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് അരിച്ചെടുത്താൽ നമ്മുടെ അലോവേര ജെൽ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഒരു തരത്തിലുള്ള നാരുകളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ മാക്സിമം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 വൈറ്റമിൻ ഇ വിയോൺ ടാബ്ലറ്റ്സ് അല്ലേ, അത് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു ജെല്ലൊക്കെ ആക്കി വെക്കുമ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് നല്ലതാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വൈറ്റമിൻ ഇ പൊട്ടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ ക്യാപ്സ്യൂളാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് നിർബന്ധമില്ല, പക്ഷെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ അലോവേര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെയുള്ള ഐസ് ട്രേയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അത് ഫ്രീസായി കഴിഞ്ഞാൽ നമുക്കത് അടർത്തിയെടുത്തിട്ട് ആവശ്യത്തിന് ഒരു പാത്രത്തിൽ ആഡ് ചെയ്തെടുത്താൽ നമുക്ക് ആവശ്യമുള്ള എത്ര എണ്ണമാണോ ആവശ്യമുള്ളത് അതെടുത്ത് വെക്കുക. അതിൻ്റെ തണുപ്പ് മാറുമ്പോൾ തലയിലോ മുഖത്തോ എങ്ങനെയാണ്. അപ്പോൾ മുഖത്താണെങ്കിൽ നമുക്ക് ആ ഐസ് തന്നെ മുഖത്ത് പുരട്ടി കൊടുക്കാം. അതല്ല തലയിലാണ് തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് ശേഷം. അപ്പോൾ നമുക്ക് ഇത് എപ്പോഴും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പാടില്ല. അപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ടൈമിൽ നമ്മൾ ജോലി ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇതുപോലെ മുന്നേ ചെയ്തു വെച്ച ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു. അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഞാനൊരു ആയതുകൊണ്ട് വൈകിട്ട് പൈനാപ്പിൾ സ്മൂത്തിയാണ് കഴിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചോറും കറിയൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ പൈനാപ്പിൾ കട്ട് ചെയ്ത് സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുകയാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കുക്കിങ്ങും അതുപോലെ വൈകുന്നേരത്തെ ജോലികളും പിന്നെ ആലോവേര ജെൽ ഉണ്ടാക്കിയതും എല്ലാം കൂടി ഒരു കൊച്ചു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻ്റ് ആണെങ്കിൽ അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.